നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പോയ നിഹാൽ സുധീഷ് പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ വന്നിട്ട് അദ്ദേഹം മികച്ച പ്രകടനം നടത്തി കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു. ഇപ്പോൾ ഇന്നലെ ഒഡീഷ എഫ്സിക്കെതിരെ പഞ്ചാബ് എഫ് സി വിജയിക്കുമ്പോൾ ഗോൾ അടിച്ചു. അത് കിടിലൻ ഗോളായിരുന്നു. പെനാൽറ്റി ബോക്സിലേക്ക് കടന്നെത്തി ഒരു കെർവിംഗ് ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. കളിയിലുടനീളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഒരിക്കൽ കൂടി സ്വന്തമാക്കുന്നു. ബാക്ക് ടു ബാക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമാണ് നിഹാൽ സുധീഷ് സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കളിയിൽ വലിയ ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു സംശയം, ഒരു ആശങ്ക, നിഹാലിനെ ലോണിൽ വിട്ടത് അബദ്ധമായോ എന്ന് നമ്മുടെ കമന്റ് ബോക്സുകളിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട്. ബ്ലാസ്റ്റേഴ്സ് നിഹാലിന്റെ മികവ് പോലും ഇല്ലാത്തവർ ഇവിടെ പിടിച്ചു നിർത്തിയെന്നും നിഹാലിനെ പോലെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള താരത്തെ ലോണിൽ വിട്ടത് ശരിയായില്ലെന്നും ഒക്കെയാണ് പലരും നിരീക്ഷിക്കുന്നത്. ഏതായാലും കോച്ച് മിക്കായിൽ സ്റ്റോറെ അദ്ദേഹത്തിന് കീഴിൽ അദ്ദേഹത്തിന്റെ പ്ലാനിൽ ഇടമില്ലാത്ത താരങ്ങളെ വെറുതെ ബെഞ്ചിലിരുത്തുന്നതിന് പകരം ലോണിൽ വിടുകയാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയതിൽ ഒരു തെറ്റും പറയാനില്ല. കാരണം അത് സ്വാഭാവികമാണ്. താരങ്ങളുടെ ഡെവലപ്മെന്റും മറ്റുമൊക്കെ പ്ലേയിങ് ടൈം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ താരങ്ങളെ ലോണിൽ വ്യത്യസ്ത ക്ലബ്ബുകളിലേക്ക് വിടുന്നത്. അതുകൊണ്ട് തന്നെ നിഹാൽ സുധീഷ് പഞ്ചാബിൽ മിന്നിക്കത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും സന്തോഷിക്കുകയല്ലേ വേണ്ടത്. കാരണം അദ്ദേഹത്തെ തിരികെ ലഭിക്കുമ്പോൾ ആ മികവ് അവിടെ പ്ലേയിങ് ടൈം ലഭിച്ച് കോമ്പീറ്റ് ചെയ്ത് നേടിയ കൂടുതൽ എക്സ്പീരിയൻസ് ബ്ലാസ്റ്റേഴ്സിന് വരും നാളുകളിൽ ഗുണകരമായിട്ട് മാറും എന്ന അർത്ഥത്തിൽ സന്തോഷമല്ലേ വേണ്ടത്. ഇപ്പോൾ പഞ്ചാബിന്റെ കോച്ച് തന്നെ നിഹാൽ സുധീഷിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിഹാൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, സീസണിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് വരുമ്പോൾ എൻ്റെ പ്ലാനിന് പുറത്തായിരുന്നു അവനുണ്ടായിരുന്നത്. അപ്പം നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒരു ഹ്യൂജ് കരിയർ അവന് ഉണ്ടാകും എന്നുകൂടി ഇപ്പോൾ പഞ്ചാബിന്റെ കോച്ച് പറയുന്നത്. അതായത് താരത്തിന്റെ പൊട്ടൻഷ്യൽ കൃത്യമായിട്ട് ഇപ്പോൾ പഞ്ചാബിന്റെ കോച്ചും തിരിച്ചറിയുന്നു. ഏതായാലും നിഹാലിനെ കൈവിട്ടത് അബദ്ധമായോ എന്നുള്ളതൊരു ഭാഗത്ത് ചർച്ചയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് ടീമിന് നിലവിൽ അത്തരത്തിലുള്ള ഒരു താരത്തെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ മറ്റൊരു ക്ലബിൽ പോയി, ലോണിൽ പോയി കൂടുതൽ ഗെയിം ടൈം അക്വയർ ചെയ്യുകയും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും അവിടെ മിന്നിക്കെത്തുകയും ചെയ്യുമ്പോൾ ഭാവിയിൽ അത് ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഗുണം ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.